യെരുശലേമിന് അന്ന് രാത്രി എല്ലാ ദിവസത്തെയും പോലുള്ള ഒരു രാത്രി അല്ലായിരുന്നു. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ ഭരണത്തിന്റെ 3-ാം വർഷമായിരുന്നു അത്. യെരുശലേമിന് ചുറ്റും അമ്പും തീയും വന്ന് വീഴാൻ തുടങ്ങി. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സൈന്യമാണത്. വിശുദ്ധ നഗരത്തിന്റെ വാതിലുകൾ അവരിടിച്ചു, ദൈവാലയം അശുദ്ധമാക്കി, പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ചങ്ങലയിട്ട് ബന്ധിച്ചു. അവരെ അടിമകളാക്കിയതുകൊണ്ട് യെരുശലേം മൊത്തം നിലവിളി കൊണ്ട് നിറഞ്ഞു. അതിലൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അവൻ കാരണം ചരിത്രത്തിന്റെ ഗതിയിൽ തന്നെ മാറ്റം ഉണ്ടാകും. അവന്റെ പേരാണ് ദാനിയേൽ. ഇതൊരു തടവുകാരന്റെ ജീവിതം അല്ലെങ്കിൽ അന്യദേശത്ത് ജീവിക്കുന്ന ഒരു പ്രവാചകന്റെ ജീവിതം എന്നതല്ല. മനുഷ്യരുണ്ടാക്കിയ രാജ്യങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും തമ്മിലുള്ള ഒരു അദൃശ്യ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. ഇത് യുഗങ്ങളായി മറഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ചിലർ പറയുന്നത് ദാനിയേൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ദാനിയേൽ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് അതിനെ സംസാരിച്ചു എന്നാണ്. നൂറ്റാണ്ടുകളായിട്ട് മുദ്രയിട്ടിരുന്ന വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമായി എന്നുള്ള കാര്യം അറിയാമോ? അത് ജ്ഞാനികൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. യെരുശലേം നഗരം കത്താൻ തുടങ്ങി. ആകാശം മൊത്തം പുക കൊണ്ട് നിറഞ്ഞു. നഗരം മൊത്തം നിലവിളികൾ, വാളിന്റെ ശബ്ദം, തകർന്നു വീഴുന്ന മതിലിന്റെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടി ബാബിലോൺ സൈന്യം നഗരത്തിലേക്ക് കയറാൻ തുടങ്ങി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സകലരെയും വാളുകൊണ്ട് കൊല്ലുന്നത് കണ്ട് ആസ്വദിച്ചു. അത് കണ്ട് അവന് ഒട്ടും കരുണ തോന്നിയില്ല. അവന്റെ തൊട്ടടുത്ത് പിടിച്ചെടുത്ത ആളുകളുടെ പേരും എത്ര സമ്പത്തുണ്ടെന്നും എത്രത്തോളം അവർ പിടിച്ചെടുത്തു എന്നെല്ലാം എഴുതുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 4 യുവാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അവരുടെ പേര് ദാനിയേൽ, ഹനന്യാവ്, മിഷായേൽ, അസര്യാവ്. അവരെയും വിദേശ രാജ്യമായ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. അവിടെ വെച്ച് അവരുടെ പേരും സംസ്കാരവും വിശ്വാസവും എല്ലാം മാറ്റി. ബാബിലോന്റെ ഹൃദയഭാഗത്തുള്ള കൊട്ടാരത്തിന്റെ വാതിൽ കണ്ടാൽ തന്നെ പേടിയാകും. അത്രയ്ക്കും ഭയാനകമായിരുന്നു അത്. അവിടെ എത്തിയതിനു ശേഷം രാജാവിന്റെ ഉദ്യോഗസ്ഥരുടെ തലവനായ അശ്പെനാസിന്റെ കൽപ്പന പ്രകാരം കാണാൻ നല്ല ഭംഗിയും ഊനവും ഇല്ലാത്ത യുവാക്കളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവരുടെ പേര് മാറ്റി. ദാനിയേൽ എന്ന പേര് ബെൽഷസർ എന്നാക്കി. ഹനന്യാവ് ഷദ്രക്കായി, മിഷായേൽ മേശക്കായി, അസര്യാവിന്റെ പേര് അബദ്നെഗോ എന്നായി. പരിശീലനം ചെയ്യിക്കുന്ന സ്ഥലത്ത് നല്ല പലഹാരങ്ങളും കിടിലം മാംസങ്ങളും നല്ല വീഞ്ഞും ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യമുള്ളവരായിട്ടും ഉള്ളിൽ നിന്ന് സൗന്ദര്യം വരുത്താനും രാജാവിന് സേവ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും വേണ്ടി ഈ ഭക്ഷണം കഴിക്കണം എന്നത് നിർബന്ധമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും കഴിച്ചേ പറ്റൂ. അതിലൊരു മാറ്റവും ഇല്ല. അവർ ആരാധിച്ചിരുന്ന ദേവന്മാരുടെ മുമ്പിൽ വെച്ച് പൂജിച്ചിട്ടാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അത് കണ്ട് ദാനിയേൽ ഇതൊന്നും കഴിക്കില്ല എന്ന് അവൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തു. അതുകൊണ്ട് ദാനിയേൽ അശ്പെനാസിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം കഴിച്ച് എന്നെ തന്നെ മലിനമാക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അവൻ ചോദിച്ചു. ഈ അശ്പെനാസിന് ദാനിയേലിനോട് ഒരു ദയവ് തോന്നി. പക്ഷേ രാജാവ് ദേഷ്യപ്പെടുമെന്നവന് ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അശ്പെനോസ് പറഞ്ഞു, ഈ ഭക്ഷണമെല്ലാം കഴിച്ചേ പറ്റൂ എന്ന് ക്രമീകരിച്ചത് രാജാവാണ്. ഇത് കഴിച്ചാൽ നല്ല ഭംഗിയായിട്ട് മുഖമൊക്കെ തടിച്ച് നന്നായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഭംഗി കുറയും. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ തല രാജാവ് വെട്ടിക്കളയും എന്ന് പറഞ്ഞു. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, എന്തായാലും 3 വർഷം ഉണ്ടല്ലോ, ഞങ്ങളെ ഒരു 10 ദിവസത്തേക്ക് മാത്രം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഞങ്ങൾക്ക് സസ്യഭോജനവും പച്ചവെള്ളവും മാത്രം മതി. അതിനുശേഷം ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഞങ്ങൾക്ക് അവരെക്കാൾ ഭംഗി കുറവാണെങ്കിൽ അതിനുശേഷം എന്താണോ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി, അത് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ അപേക്ഷ അവൻ അംഗീകരിച്ചു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. ദാനിയേലും കൂട്ടുകാരും നല്ല ആരോഗ്യമുള്ളവരായിട്ടും രാജകീയ ഭക്ഷണം കഴിച്ച മറ്റുള്ളവരെക്കാൾ നല്ല പുഷ്ടിയുള്ളവരായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ദാനിയേലിനോടും കൂട്ടുകാരോടും എല്ലാവർക്കും ഒരു ബഹുമാനമൊക്കെ തോന്നി. അങ്ങനെ അശ്പെനാസ് അവരോട് ആ ഭക്ഷണം തന്നെ മുമ്പോട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഈ 3 വർഷത്തിനുള്ളിൽ ഇസ്രായേലിന്റെ ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ അറിവിലും സാഹിത്യത്തിലും ജ്ഞാനത്തിലും നന്നായിട്ട് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ദാനിയേലിന് ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ 3 വർഷം കഴിഞ്ഞതിനു ശേഷം എല്ലാ യുവാക്കളെയും നെബൂഖദ്നേസർ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തി. രാജാവ് അവരെ നന്നായിട്ട് നിരീക്ഷിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, അവരുടെ ന്യായവാദം എല്ലാം പരിശോധിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം രാജാവ് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിലുള്ള എല്ലാവരിലും വെച്ച് ഈ 4 പേരെയും പോലെ ആരുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ചു. അങ്ങനെ സമാധാനത്തോടെ ആ ജോലികളിൽ അവർ കയറി. ഒരു ദിവസം രാത്രി നെബൂഖദ്നേസർ രാജാവ് വിയർത്തൊലിച്ച മുഖത്തോടെ കിടക്കയിൽ നിന്ന് ഞെട്ടി എണീച്ചു. അവൻ പിന്നെയും കിടന്ന് നല്ല ദീർഘശ്വാസമൊക്കെ എടുത്ത് ആ സ്വപ്നം ഓർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ് കണ്ടതെന്ന് അവന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്തോ ഒരു കാര്യം അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. രാജാവ് ആ ദേശത്തുള്ള എല്ലാ ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും ജ്യോതിഷികളെയും വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാൻ എന്താണ് സ്വപ്നം കണ്ടത് എന്നും പറയണം, അതിന്റെ അർത്ഥം എന്താണെന്നും എന്നോട് പറയണമെന്ന് പറഞ്ഞു. ജ്ഞാനികൾ എല്ലാവരും ഞെട്ടി തമ്മിൽ നോക്കി. ജ്ഞാനികൾ പറഞ്ഞു, രാജാവേ,
അങ്ങ് കണ്ട സ്വപ്നം എന്താണ് എന്ന് ഞങ്ങളോട് പറ, ഞങ്ങളത് വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. എനിക്കറിയില്ല, അതുകൊണ്ട് സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും നിങ്ങൾ തന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെട്ടി കഷ്ണങ്ങളാക്കും, നിങ്ങളുടെ വീടുകൾ കൽക്കൂമ്പാരമാക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും പേടിച്ചുപോയി. മറ്റൊരാളുടെ മനസ്സ് ആർക്ക് വായിക്കാൻ പറ്റുമെന്ന് അവർ തമ്മിൽ സംസാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജ്ഞാനിയും ഒന്നും സംസാരിച്ചില്ല. ഇത് കണ്ട രാജാവിന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ബാബിലോണിലുള്ള എല്ലാ ജ്ഞാനികളെയും മന്ത്രവാദികളെയും കൊന്നുകളയാൻ കൽപ്പന കൊടുത്തു. ഇതിനകത്ത് ദാനിയേലും ഉൾപ്പെടും. സത്യം പറഞ്ഞ അതുവരെ ഈ സംഭവം ദാനിയേൽ അറിഞ്ഞില്ലായിരുന്നു. ഈ കൽപ്പന അറിഞ്ഞതിനു ശേഷം ദാനിയേൽ വധശിക്ഷ കൊടുക്കാൻ ചുമതലയുള്ള സേനാനായകനായ അർയോക്കിനോട് ചോദിച്ചു, രാജാവ് എല്ലാവരെയും കൊല്ലാനായിട്ട് ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്തിനാണ്? എനിക്ക് കുറച്ച് സമയം താ എന്ന് അപേക്ഷിച്ചു. അതിനുശേഷം അവൻ റൂമിൽ വന്ന് അവന്റെ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് അവർക്കറിയാവുന്ന കാര്യം ചെയ്തു. അതാണ് പ്രാർത്ഥന. അവർ മുട്ടുകുത്തി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, നീ എനിക്ക് ജ്ഞാനവും ശക്തിയും തന്നു. ഞങ്ങൾ ചോദിച്ചത് എനിക്ക് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രാജാവിന്റെ സ്വപ്നം നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നന്ദി. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ സ്വപ്നം വെളിപ്പെട്ട് കിട്ടി. ഉടൻ തന്നെ അവൻ അർയോക്കിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഇനി ആരെയും കൊല്ലരുത്, എന്നെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോ, ഞാൻ സ്വപ്നത്തിന്റെ രഹസ്യം പറയാം എന്ന്. അങ്ങനെ തിടുക്കത്തിൽ അര്യോക്ക് രാജാവിന്റെ സന്നിധിയിൽ ദാനിയേലിനെ എത്തിച്ചു. രാജസന്നിധിയിൽ എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. ജനക്കൂട്ടം നെബൂഖദ്നേസറിന്റെ മുമ്പിൽ ഒന്നും മിണ്ടാതെ നിശബ്ദരായിരുന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, നിനക്ക് ആ സ്വപ്നം പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്ന്. അവൻ അഹങ്കരിച്ചില്ല, വളരെ താഴ്മയോടെ പറഞ്ഞു, ജ്ഞാനികൾക്കോ മന്ത്രവാദികൾക്കോ ആഭിചാരകർക്കോ ദൈവപ്രശ്നം വയ്ക്കുന്നവർക്കോ ഈ രഹസ്യം വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ സ്വർഗത്തിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഉടനെ ആ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും രാജാവിന് പറഞ്ഞു കൊടുത്തു. സ്വർണം കൊണ്ടുള്ള തലയും വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും വെങ്കലം കൊണ്ടുള്ള വയറും തുടകളും ഇരുമ്പ് കൊണ്ടുള്ള കാലുകളും ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള പാദങ്ങളുള്ള ഒരു വലിയ പ്രതിമയാണ് രാജാവ് സ്വപ്നത്തിൽ കണ്ടത് എന്ന് പറഞ്ഞു. രാജാവ് ഇത് കേട്ട് ഞെട്ടി. അതിനുശേഷം ദാനിയേൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു, രാജാവേ, അങ്ങ് തന്നെയാണ് സ്വർണം കൊണ്ടുള്ള തല. അങ്ങേക്ക് ശേഷം ഒരു താഴ്ന്ന രാജ്യവും മൂന്നാമത് വെങ്കലം പോലെയുള്ള രാജ്യവും ഭൂമിയെ ഭരിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ശക്തരായിരിക്കും. അടുത്തത് 2 കാലുകൾ ഉള്ളതുപോലെ 2 വലിയ സാമ്രാജ്യം. കളിമണ്ണും ഇരുമ്പും ഇടകലർന്നതുപോലെ അവർ ചേർന്ന് ഭൂമിയെ ഭരിക്കും. അവസാനം കൈതൊടാതെ ഒരു കൽ വന്നതുപോലെ ദൈവം സ്ഥാപിതമാക്കുന്ന ഒരു രാജ്യം വരും. അത് ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് രാജാവിന് കിളിപോയി. രാജാവ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. രാജാവ് ഉടനെ ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തി. രാജാവ് പറഞ്ഞു, നിന്റെ ദൈവം ദേവന്മാരുടെ ദേവനാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരേ ഒരു ദൈവമാണ് എന്ന്. അതിനുശേഷം ദാനിയേലിന്റെ സ്ഥാനത്തെ രാജാവ് ഉയർത്തി. മാത്രമല്ല അവന്റെ കൂട്ടുകാർക്കും അവിടെ നല്ല സ്ഥാനങ്ങൾ കിട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ബാബിലോണിൽ എല്ലാ സ്ഥലങ്ങളിലും പടർന്നു. പക്ഷേ അതിനുശേഷം രാജാവിന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അഹങ്കാരം കയറാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ബാബിലോന്റെ മഹത്വം എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. 127 രാജ്യങ്ങൾ ബാബിലോന്റെ കീഴിലായി. ഇങ്ങനെ പോയ സ്ഥലങ്ങളിലെല്ലാം വിജയം കണ്ടതുകൊണ്ട് മനസ്സിൽ അഹങ്കാരം കയറി. സ്വപ്നത്തിൽ വലിയ പ്രതിമ കണ്ടത് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടിക്കുന്ന കാര്യം ചെയ്തു. തനിക്ക് പിന്നാലെ മറ്റ് രാജ്യങ്ങൾ വരുമെന്ന പ്രവചന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും നെബൂഖദ്നേസർ സ്വന്തം വിധി മാറ്റി എഴുതാൻ തീരുമാനിച്ചു. തല മുതൽ കാൽ വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ച 27 മീറ്റർ ഉയരമുള്ള ഒരു വലിയ പ്രതിമ നിർമ്മിക്കാൻ രാജാവ് ഉത്തരവിട്ടു. രാജാവിന്റെ മഹത്വം കാണിക്കുന്ന രീതിയിൽ ദുര എന്ന സ്ഥലത്ത് ഈ പ്രതിമ പണിതു. ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം, അങ്ങനെ എല്ലാ സംഗീത ഉപകരണത്തിന്റെയും ശബ്ദം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം എന്ന് കൽപ്പിച്ചു. ആരെങ്കിലും കുമ്പിടാതെ നിൽക്കുന്നെങ്കിൽ അവരെ ഉടൻ തന്നെ തീച്ചൂളയിൽ എറിഞ്ഞു കളയും എന്ന് പറഞ്ഞു. ശിക്ഷയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ഈ തീച്ചൂളയെല്ലാം റെഡിയാക്കി വെച്ചു. സംഗീതം വായിച്ചു. എല്ലാവരും ഒരേപോലെ കുമ്പിട്ട് ആരാധിച്ചു. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും മുട്ടുകുത്തി നിന്നു. പക്ഷെ നോക്കിയപ്പോൾ ദൂരെ 3 രൂപം മാത്രം പൊങ്ങി നിൽക്കുന്നത് കണ്ടു. ബാക്കി എല്ലാവരും ആരാധനയോടെ മുട്ടുകുത്തി രാജാവിന്റെ പ്രതിമയെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ശദ്രക്, മേശക്, അബദ്നഗോ മാത്രം രാജാവിന്റെ കൽപ്പനയെ എതിർത്തു നിന്നു. ഈ വാർത്ത പെട്ടെന്ന് കൊട്ടാരത്തിലെത്തി. ഇവർക്കെതിരെ അസൂയുള്ള ഉപദേശകർ രാജാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി പറഞ്ഞു, രാജാവേ, ആരെങ്കിലും കുമ്പിട്ടില്ലെങ്കിൽ തീച്ചൂളയിൽ ഇടുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അങ്ങയുടെ ദൈവത്തെയും അങ്ങയുടെ പ്രതിമയെയും ആരാധിക്കാത്ത 3 യഹൂദന്മാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യമെന്ന നെബൂഖദ്നേസർ 3 പേരെയും തന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അവർക്ക് ഒരു അവസരം കൂടി രാജാവ് കൊടുത്തു. രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്റെ പ്രതിമയെ ആരാധിച്ചില്ല എന്ന് ഞാൻ കേട്ടു, സത്യമാണോ? സാരമില്ല, ഇനി കുമ്പിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ തീ ചൂളയിലേക്ക് എറിയും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല എന്ന്.
ഇത് കേട്ട് ശദ്രക്, മേശക്, അബദ്നെഗോ പേടിച്ചില്ല. അവർ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവേ, അങ്ങ് അറിയാനായിട്ട് ഒരു കാര്യം പറയാം. കത്തുന്ന ചൂളയിലേക്ക് ഞങ്ങളെ എറിഞ്ഞ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനിയിപ്പോ വിടുവിച്ചില്ലെങ്കിൽ പോലും രാജാവേ, ഞങ്ങൾ അങ്ങയുടെ ദേവന്മാരെ സേവിക്കില്ല, അങ്ങ് സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കത്തുമില്ല എന്ന് തീർത്തു പറഞ്ഞു. ആ സ്ഥലം മൊത്തം നിശബ്ദമായി. രാജാവിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. തീച്ചൂളയിൽ തീ 7 മടങ്ങ് കൂട്ടാൻ പറഞ്ഞു. നല്ല ബലവാന്മാരായ പട്ടാളക്കാർ ഈ 3 പേരെയും ഒരുമിച്ച് കെട്ടി. ചൂളയിൽ തീ 7 മടങ്ങ് വർദ്ധിച്ചു. അവരെ തീയിലെറിഞ്ഞു. അവരെ തീയിലെറിയാനായിട്ട് കൊണ്ടുപോയ പട്ടാളക്കാർ ആ ചൂട് കാരണം വെന്തുപോയി. ആ 3 പേരും തീയിൽ വീണു. പക്ഷേ അതിനകത്ത് നിന്ന് നിലവിളി കേൾക്കുന്നില്ല. രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അന്തം വിട്ടു. ഇത് സത്യമാണോ എന്നതുപോലെ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ അടുത്തുള്ളവരോട് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലേ എറിഞ്ഞത്? അവർ പറഞ്ഞു, അതെ രാജാവേ. രാജാവ് പറഞ്ഞു, പക്ഷെ അതിനകത്തിപ്പോൾ 4 പേരെ കാണാലോ. അവരെ കെട്ടിയിട്ടില്ല, തീയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവർക്ക് ഒന്നും സംഭവിക്കാത്തത് എന്താണ്? 4ാമത്തെ മനുഷ്യൻ ദൈവദൂതനെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് തീച്ചൂളയുടെ അടുത്ത് പോയിട്ട് ഉറക്കെ പറഞ്ഞു, പരമോന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്, മേശക്, ആബദ്നെഗോവേ, പുറത്തുവാ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു. അവർ പുറത്തു വന്നു. അവരുടെ വസ്ത്രം കരിഞ്ഞില്ലായിരുന്നു, ഒരു മുടിയും കരിഞ്ഞിട്ടില്ലായിരുന്നു, അവരുടെ മേൽ പുകയുടെ മണം പോലും ഇല്ലായിരുന്നു. ഉപദേശകരെല്ലാവരും വന്ന് അവരുടെ ചുറ്റും നിന്ന് അവർ ചെക്ക് ചെയ്തു. അതിനുശേഷം രാജാവ് മുഴുവൻ സദസ്സിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ശദ്രക്, മേശക്, അബദ്നെഗോവിന്റെ ദൈവത്തിന് സ്തുതി. ദൂതനെ അയച്ച് തന്റെ ദാസന്മാരെ രക്ഷിച്ചുവല്ലോ. വേറെ ഒരു ദൈവത്തിനും ഇതേപോലെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അവർ ഉണ്ടായിരുന്നതിലും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി. പക്ഷെ രാജാവ് ഇങ്ങനെയൊക്കെ ദൈവത്തെ ഉയർത്തിയാലും ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് എരിവോ ഭയമോ ഒന്നുമില്ലായിരുന്നു. രാജാവിന്റെ ഉള്ളിൽ അഹങ്കാരം പിന്നെയും കയറാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാജാവ് വേറെ ഒരു സ്വപ്നം കൂടി കണ്ടു. ഈ പ്രാവശ്യം വ്യത്യസ്തമായൊരു സ്വപ്നമാണ് കണ്ടത്. ആകാശം തൊടുന്ന രീതിയിലും ഭൂമിയിൽ എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ മരം രാജാവ് കണ്ടു. അതിന്റെ ഇലകൾ എല്ലാ ജീവജാലങ്ങളെയും പോഷിപ്പിച്ചു, അതിന് അഭയം കൊടുത്തു. പക്ഷേ ഒരു സ്വർഗീയ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, മരം മുറിക്കുക, അതിന്റെ ശാഖകളെല്ലാം വെട്ടിമാറ്റുക, അതിന്റെ ഫലം ചിതറിച്ചു കളയുക, എന്നിട്ട് മരത്തെ വെട്ടിക്കളയുക. പക്ഷേ അതിന്റെ കുറ്റി വേരിന്റെ കൂടെ തന്നെ ഇരുമ്പും വെങ്കലം കൊണ്ട് ബന്ധിച്ചിടുക. ഈ ഭൂമി ദൈവമാണ് വാഴുന്നത് എന്നത് മനസ്സിലാക്കുന്നതുവരെ അവന് മൃഗത്തിന്റെ ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട് കേട്ട് രാജാവ് ഞെട്ടി ഉണർന്നു. രാജാവ് ഉടൻ തന്നെ ദാനിയേലിനെ വിളിച്ചു വരുത്തി. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. രാജാവ് ഈ സ്വപ്നം ദാനിയേലിനോട് വിവരിച്ചു പറഞ്ഞു. അതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ അവനും ഞെട്ടിപ്പോയി. അവന്റെ മുഖത്ത് തന്നെ ഭാവം മാറി. നെബൂഖദ്നേസർ രാജാവ് ഇത് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ബെൽഷസറെ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെങ്കിലും എന്നോട് പറയാൻ പേടിക്കരുത്, മടുക്കരുത് എന്ന് പറഞ്ഞു. ദാനിയേൽ മറുപടി പറഞ്ഞു, രാജാവേ, ഈ സ്വപ്നം അങ്ങയുടെ ശത്രുക്കൾക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്: സ്വപ്നത്തിലെ ആ മരം അങ്ങാണ്. അങ്ങ് വളർന്ന് ശക്തനായിരിക്കുന്നു. അങ്ങയുടെ മഹത്വം ആകാശത്തോളം എത്തി. പക്ഷേ അങ്ങ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുറത്താക്കപ്പെടും. എന്നിട്ട് മൃഗത്തെ പോലെ ജീവിക്കും. അങ്ങ് ഒരു പശുവിനെ പോലെ പുല്ല് തിന്നു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കുന്നതുവരെ ഇത് 7 കാലം നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞു. രാജാവ് ഇത് കേട്ട് ഞെട്ടി ഒന്നും മിണ്ടിയില്ല. ദാനിയേൽ വളരെ താഴ്മയോടെ പറഞ്ഞു, രാജാവേ, എന്റെ ഉപദേശം കേൾക്കണമേ. പാപങ്ങൾ ഉപേക്ഷിച്ച് നീതി പാലിക്കുക. ചിലപ്പോ ഈ ന്യായവിധി മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമയം കടന്നുപോയി. അഹങ്കാരം രാജാവിന്റെ ഹൃദയത്തിൽ പിന്നെയും വന്നു. 1 വർഷത്തിന് ശേഷം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ബാബിലോൺ നഗരത്തെ നോക്കി. ഓ, ഇത്ര വലിയ മഹത്വമുള്ള നഗരം എന്റെ ശക്തി കാരണമല്ലേ ഉണ്ടായത് എന്ന് രാജാവ് പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞു തീർന്ന ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവൻ കേട്ടു. ഓ നെബൂഖദ്നേസർ രാജാവേ, നിന്റെ രാജകീയ അധികാരം എല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അവൻ ഭ്രാന്തനായിപ്പോയി. അവൻ കൊട്ടാരത്തിന്ന് പുറത്തായി വയലിൽ പോയി കിടന്നു. കാളകളെ പോലെ പുല്ല് തിന്നാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ പുറത്ത് ആകാശത്തിന്റെ മഞ്ഞ് വീണു. അവന്റെ മുടി കഴുകന്റെ തൂവൽ പോലെ മാറി. അവന്റെ നഖങ്ങൾ പക്ഷി നഖങ്ങൾ പോലെ മാറി. ഭൂമിയിലെ ഏറ്റവും ശക്തനായ മനുഷ്യന്റെ മഹത്വം ഇപ്പോ അപമാനമായി മാറി. അങ്ങനെ സമയം കടന്നുപോയി. 7 കാലത്തിനു ശേഷം രാജാവ് അവന്റെ കണ്ണ് ആകാശത്തേക്ക് നോക്കി. അപ്പോൾ പെട്ടെന്ന് അവന്റെ ബുദ്ധി തിരിച്ചു വന്നു. അവൻ മുട്ടുകുത്തി പറഞ്ഞു, ഞാൻ അത്യുന്നതനെ സ്തുതിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നവനെ മഹത്വീകരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യമാണ് എന്നേക്കും ശാശ്വതമായത്. അഹങ്കാരികളെ ദൈവം താഴ്ത്തുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവന്റെ പഴയ ശരീരം അവന് തിരിച്ചു വന്നു. അവൻ പഴയ രാജസ്ഥാനത്ത് തന്നെ തിരിച്ചു വന്നു. പിന്നീട് ദേശം വാണു. പക്ഷേ ഈ രാജ്യം മാത്രം എന്നേക്കും നിലനിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ അടുത്ത രാജ്യം വരും. അവന്റെ അബദ്ധം കാരണം അദൃശ്യമായൊരു കൈ വന്ന് ഈ രാജ്യത്തെ ഇല്ലാതാക്കും എന്നതാണ് പ്രവചനം. അങ്ങനെ സമയം കടന്നുപോയി. നെബൂഖദ്നേസർ രാജാവ് മരിച്ചു.
അതിനുശേഷം ബാബിലോൺ ഭരിച്ചത് നെബൂഖദ്നേസർ രാജാവിന്റെ ചെറുമകനായ ബെൽഷസ്സറാണ്. സ്വർഗത്തിലെ ദൈവത്തെ ഭയപ്പെട്ട് ഭരിച്ച് തന്റെ മുത്തശ്ശനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഈ ബെൽഷസ്സർ. ഭയങ്കര അഹങ്കാരിയായിരുന്നു, വിഗ്രഹങ്ങളെ വണങ്ങുന്നവനായിരുന്നു. ഒരു ദിവസം രാത്രി കൊട്ടാരം സംഗീതവും ആഹ്ലാദവും കൊണ്ട് നിറഞ്ഞിരുന്നു. 1000 പ്രഭുക്കന്മാർക്ക് ഒരു ആഡംബര വിരുന്ന് അതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെല്ലാം നൃത്തം ചെയ്തു, എല്ലാവരും മദ്യപിച്ച് മത്തു പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് അവൻ ഒരു ആഗ്രഹം തോന്നി. യെരുശലേമിൽ നിന്ന് എബ്രായ ദൈവത്തിന്റെ ദേവാലയത്തിൽ നിന്നെടുത്ത് സ്വർണം, വെള്ളി പാത്രങ്ങൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ആ പാത്രങ്ങളെടുത്ത് അതിൽ വീഞ്ഞൊഴിച്ച് അവർ മദ്യപിക്കാൻ തുടങ്ങി. ബെൽഷസ്സർ അതിലൊരു പാത്രം എടുത്ത് അതിൽ മദ്യം ഒഴിച്ചു. സ്വർണം, വെള്ളി, വെങ്കലം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കിയ ദേവതകളെ വണങ്ങി. എല്ലാവർക്കും മത്തു പിടിച്ചു. പിന്നെയും കുടിച്ചു, പിന്നെയും ആഘോഷിച്ചു. പെട്ടെന്ന് എല്ലാവരും മിണ്ടാതിരുന്നു. അതിന്റെ കാരണം ശരീരം ഇല്ലാതെ ഒരു കൈ മാത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അതിനെ കണ്ട് ഞെട്ടി അതിനെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ കൈ ഒരു വാക്ക് ആ ഭിത്തിയിൽ എഴുതാൻ തുടങ്ങി. ആ വാക്ക് ഇതാണ്: മേനെ മേനെ തെക്കൽ ഉഫർസീൻ. എല്ലാവരും ഇത് കണ്ട് പേടിച്ചുപോയി. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എല്ലാവരും പല വഴിക്ക് ഓടി. ബെൽഷസ്സർ രാജാവ് മൊത്തത്തിൽ പേടിച്ച് വിളറിപ്പോയി. അവന്റെ കാലുകൾ പോലും വിറയ്ക്കാൻ തുടങ്ങി. മന്ത്രവാദികളെയും ജ്യോതിഷികളെയും ദൈവപ്രശ്നം വയ്ക്കുന്നവരെയും വരുത്താൻ രാജാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു തരുന്നവർക്ക് ധൂമ്രവസ്ത്രം കൊടുക്കും, ഒരു സ്വർണ്ണ മാല കൊടുക്കും, രാജ്യത്തിലെ മൂന്നാമനാക്കും എന്ന് പറഞ്ഞു. ഇത്രയും സമ്മാനം കൊടുക്കുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ആർത്തിയുണ്ട്. പക്ഷേ ആർക്കും തന്നെ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവിടെ ഉണ്ടായ ബഹളം കേട്ട് രാജ്ഞി മുറിയിൽ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഉടൻ തന്നെ രാജാവിനോട് പറഞ്ഞു: രാജാവേ, അസ്വസ്ഥനാകണ്ട. വിശുദ്ധ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങയുടെ മുത്തശ്ശനായ നെബൂഖദ്നേസറിന്റെ കാലത്ത് തന്നെ അവൻ സ്വപ്നങ്ങൾക്കും രഹസ്യങ്ങൾക്കും അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന്റെ പേര് ദാനിയേലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ദാനിയേലിനെ കൊട്ടാരത്തിൽ വരുത്തി. ഇപ്പോൾ ദാനിയേലിന് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം അവന്റെ മേൽ ഉണ്ടായിരുന്നു. ദാനിയേൽ ആ റൂമിൽ കയറി വന്നപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായി. തറയിൽ പാത്രങ്ങൾ ചിതറിക്കിടക്കുന്നു, വീഞ്ഞ് തറയിൽ ഒഴുകിക്കിടക്കുന്നു, ചുവരിൽ ഇപ്പോഴും ജ്വലിക്കുന്ന ആ എഴുത്തുക്കൾ ഉണ്ടായിരുന്നു. ബെൽഷസ്സർ രാജാവിന് എങ്ങനെയെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലായാൽ മതി എന്നുള്ളതുകൊണ്ട് ഇത് തരാം, അത് തരാം എന്നെല്ലാം വാഗ്ദാനം പറഞ്ഞു. പക്ഷെ ദാനിയേൽ പറഞ്ഞു: അതൊന്നും വേണ്ട രാജാവേ, ആ സമ്മാനങ്ങളൊക്കെ അങ്ങ് തന്നെ വെച്ചോളൂ. ഈ പ്രതിഫലങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും കൊടുത്തോളുക, ഒരു കുഴപ്പമില്ല. എന്നാൽ പോലും ഞാൻ ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം പറയാം എന്ന് പറഞ്ഞു. ആ റൂം മൊത്തം നിശബ്ദമായി. എല്ലാവരും ദാനിയേൽ പറയുന്ന ആ വാക്കിനെ കേൾക്കാനായിട്ട് നോക്കി നിന്നു. ദാനിയേൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: അത്യുന്നതനായ ദൈവം നെബൂഖദ്നേസറിന് ശക്തിയും മഹത്വവും ബഹുമാനവും കൊടുത്തു. പക്ഷെ അവൻ അഹങ്കരിച്ചപ്പോ അവൻ താഴ്ത്തപ്പെട്ടു, മൃഗത്തിന്റെ കൂടെ താമസിച്ചു, പുല്ല് തിന്നു. ബെൽഷസ്സർ, നിനക്കിതെല്ലാം അറിയാം. എന്നാൽ പോലും നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല. നീ സ്വർഗസ്ഥനായ കർത്താവിന് എതിരെയാണ് നിൽക്കുന്നത്. ഈ വിരുന്നിനു വേണ്ടി നീ ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ വീഞ്ഞു കുടിച്ചു. കാണാനോ കേൾക്കാനോ കഴിയാത്ത ദേവന്മാരെ സ്തുതിച്ചു. പക്ഷേ ജീവനുള്ള ദൈവത്തെ നീ സ്തുതിച്ചില്ല, സ്തുതിക്കാൻ മനസ്സ് കാണിച്ചില്ല. എന്നിട്ട് ദാനിയേൽ ചുവരിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു: ഇതാണ് ആ വാക്കുകളുടെ അർത്ഥം. മേനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ വാഴ്ചയുടെ നാളുകൾ എണ്ണി അവസാനം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് പറഞ്ഞാൽ നിന്നെ ത്രാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. ഉഫർസീൻ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭജിക്കപ്പെടും, മേദ്യർക്കും പേർഷ്യർക്കും കൊടുക്കും. ഇതാണ് ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറഞ്ഞു. ദാനിയേൽ അതിനുശേഷം മിണ്ടാതിരുന്നു. ബെൽഷസ്സറിന് ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ആ സമയത്ത് പോലും താൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു. അവൻ ദാനിയേലിനെ ധൂമ്രവസ്ത്രം ധരിക്കാൻ കൽപ്പിച്ചു. അവന്റെ കഴുത്തിൽ സ്വർണ്ണ മാലയിട്ടു. അവനെ ആ രാജ്യത്തിന്റെ മൂന്നാമനായി പ്രഖ്യാപിച്ചു. രാജ്യത്തിലെ ഏറ്റവും ശക്തനായി ദാനിയേൽ മാറി. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി തന്നെ രാജാവ് മദ്യപിച്ച് ഉറങ്ങുന്ന സമയത്ത് പേർഷ്യക്കാരനായ കോരേഷും മേദ്യനായ ദാരിവേശും യൂഫ്രട്ടീസ് നദി വഴി ബാബിലോണിലേക്ക് രഹസ്യമായിട്ട് വന്നു. ബാബിലോൺ പ്രതിരോധിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാന വാതിലുകൾ അവർ പിടിച്ചെടുത്തു. ബെൽഷസ്സർ രാജാവിനെ കൊന്നുകളഞ്ഞു. ബാബിലോൺ പുതിയ സാമ്രാജ്യമായ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് മുന്നിൽ വീണു. അത്യാവശ്യം പ്രായമായ ദാനിയേൽ ഒരു രാജ്യത്തിന്റെ പതനം കൂടി അതിജീവിച്ചു. ഇങ്ങനെ പുതിയ രാജ്യം ഉരുവായി. അവിടെയും ദാനിയേലിന്റെ ജ്ഞാനവും വിശ്വസ്തതയും എല്ലാവരും അംഗീകരിച്ചു. മേദ്യനായ ദാരിവേശ് അതിന്റെ രാജാവായി മാറി. ദാനിയേലിന് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പുതിയ രാജാവ് ആ വലിയ സാമ്രാജ്യത്തെ 120 പ്രവിശ്യകളായി തിരിച്ചു. അതിനെ ഭരിക്കാൻ 120 രാജപ്രതിനിധികളെ നിയമിച്ചു. ആ 120 രാജപ്രതിനിധികളെ ഭരിക്കാൻ വേണ്ടി 3 ഭരണാധിപന്മാരെയും നിയമിച്ചു. അവരിൽ ഈ ദാനിയേലും ഒരാളായിരുന്നു. അസാമാന്യ കഴിവുകൾ ദാനിയേലിന് ഉണ്ടായിരുന്നതുകൊണ്ട് മുഴുവൻ രാജ്യത്തിന്മേലും അവനെ അധികാരിയാക്കാൻ വേണ്ടി ദാരിവേശ് ആഗ്രഹിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മറ്റു കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക്
അസൂയ തോന്നി. അവരെല്ലാവരും രഹസ്യമായിട്ട് അവനിൽ ഏതെങ്കിലും രീതിയിൽ കുറ്റം കണ്ടുപിടിക്കണം എന്നവർ തീരുമാനിച്ചു. പക്ഷേ ദാനിയേലിൽ ഒരു രീതിയിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അഴിമതി ചെയ്യാറില്ല, ആരെയും ദ്രോഹിക്കാറില്ല, അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി അവന്റെ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിയാലല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നവർ വിചാരിച്ചു. ഈ രീതിയിൽ അവർ രാജാവിനെ വഞ്ചിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനെ മുഖസ്തുതി പറഞ്ഞു പതപ്പിച്ചു. ഓ ദാരിയവേശ് രാജാവേ, നീ നാൾ വാഴട്ടെ. അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങളെ നന്നായിട്ട് വഴി നടത്തുന്നതും അങ്ങാണ്. അതുകൊണ്ട് ഭരണാധിപന്മാർ, പ്രധാന ഉദ്യോഗസ്ഥർ, രാജപ്രതിനിധികൾ, ഉപദേശകർ, ദേശാധിപന്മാർ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഇനി വരുന്ന 30 ദിവസം രാജാവിനോടല്ലാതെ മറ്റ് ദൈവങ്ങളോടോ മനുഷ്യരോടോ രാജ്യത്തിലെ ആളുകൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരെ സിംഹക്കുടിയിൽ ഇടും എന്നൊരു കൽപ്പന മുദ്ര ചെയ്ത് പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞു. ഈ ഗൂഢാലോചന ആർക്കെതിരെയാണ് എന്നുള്ളത് അറിയാത്ത രാജാവ് ഈ ഒരു കൽപ്പന സന്തോഷത്തോടെ കൽപ്പിച്ച് മുദ്ര വച്ച് പ്രഖ്യാപിച്ചു. ദാനിയേൽ ഇങ്ങനൊരു കൽപ്പന ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു. പക്ഷേ ഇതൊന്നും അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല. എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ദിവസത്തിൽ 3 പ്രാവശ്യം അവൻ തന്റെ മുറിയിൽ പോയി ജനാലകൾ തുറന്ന് യെരുശലേമിലേക്ക് നോക്കി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് കണ്ട ഒറ്റുകാർ രാജാവിന്റെ സന്നിധിയിലേക്ക് ഓടിപ്പോയി. യഹൂദ പ്രവാസിയായ ദാനിയേൽ രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ല. അവൻ എല്ലാ ദിവസവും 3 പ്രാവശ്യം അവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാരിയവേശ് രാജാവിന് ഇത് കേട്ടപ്പോൾ തന്നെ സങ്കടമായിപ്പോയി. അവനെ രക്ഷിക്കാൻ രാജാവ് പല വഴി നോക്കി. അന്ന് വൈകിട്ട് വരെ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ആ രാജ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. മേദ്യ പേർഷ്യക്കാരുടെ നിയമം എന്തൊക്കെ ചെയ്താലും പിൻവലിക്കാൻ പറ്റില്ല. വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് സങ്കടത്തോടെ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടോളാം രാജാവ് കൽപ്പിച്ചു. നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കുമെന്ന് ദാനിയേലിനോട് രാജാവ് പറഞ്ഞു. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടു. ഒരു വലിയ കല്ലുകൊണ്ട് ആ ഗുഹയുടെ വാതിലടച്ചു. രാജാവിന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. രാത്രി സംഹിതക്കാരെ ഈ റൂമിലേക്ക് വരരുത് എന്ന് കൽപ്പിച്ചു. അന്ന് രാത്രി രാജാവ് ഒന്നും കഴിച്ചില്ല. വെളുപ്പിന് തന്നെ രാജാവ് ഗുഹയുടെ അടുത്തേക്ക് ഓടി വന്നു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ സിംഹത്തിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചോ എന്ന് ചോദിച്ചു. ഗുഹയുടെ അകത്ത് നിന്ന് ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. രാജാവ് എന്നേക്കും വാഴട്ടെ. എന്റെ ദൈവം തന്റെ ദൂതനയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. ദൈവത്തിന്റെ മുമ്പിലും രാജാവേ അങ്ങയുടെ മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവനായതുകൊണ്ട് സിംഹം എന്നെ ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞു. ദാരിയവേശ് രാജാവിന് ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒരു പോറൽ പോലും ഏൽക്കാതെ എത്രയും പെട്ടെന്ന് ദാനിയേലിനെ പുറത്തേക്കെടുക്കാൻ രാജാവ് കൽപ്പിച്ചു. അതിനു പകരം അവനെ കുറ്റപ്പെടുത്തിയ ആളുകളെ അകത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അവരെ അകത്തിട്ടു. അവർ താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ സിംഹങ്ങൾ കടിച്ചു കീറി കൊന്നുകളഞ്ഞു. അതിനുശേഷം ദാരിയവേശ് ഒരു പുതിയ കൽപ്പന എഴുതി. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കുക, ബഹുമാനിക്കുക. കാരണം അദ്ദേഹമാണ് എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള ദൈവം. ദൈവത്തിന്റെ രാജ്യം ഒരിക്കലും നശിക്കില്ല, ആധിപത്യം ഒരിക്കലും അവസാനിക്കത്തുമില്ല. അതിനുശേഷം ദാനിയേൽ സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ രാജ്യത്ത് ജീവിച്ചു. അതിനുശേഷം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദർശനത്തിൽ കാണുമെന്ന് അവൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് പോലും അവൻ ദർശനം കണ്ട് അതിനെ എഴുതി. പുതിയ സാമ്രാജ്യത്തിന്റെ ഉന്നത പദവി കൊടുത്ത് അവനെ ബഹുമാനിച്ചു. അവൻ എല്ലാ ദിവസവും വൈകുന്നേരം ധ്യാനം, ഉപവാസം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു. അങ്ങനെ ചുറ്റും നല്ല സമാധാനമുള്ള ജീവിത അന്തരീക്ഷമായിരുന്നു. പക്ഷെ ദൈവം ദർശനങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം മാറി. ഒരു ദിവസം രാത്രി ദാനിയേൽ മുറിയിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവൻ കണ്ടു. ആകാശത്തിലെ 4 കാറ്റുകൾ മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് അവൻ കണ്ടു. ആ സമയത്ത് വ്യത്യസ്തമായ 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. ആദ്യത്തേത് കഴുകന്റെ ചിറകുള്ള ഒരു സിംഹത്തെ പോലെയായിരുന്നു. ദാനിയേൽ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ചിറകുകൾ പറിച്ചെടുത്തു. അതിനെ പൊക്കി മനുഷ്യനെ പോലെ 2 കാലിൽ നിർത്തി. അതിന് മനുഷ്യന്റെ ഹൃദയവും കൊടുത്തു. രണ്ടാമത്തേത് കരടിയെ പോലെയായിരുന്നു. അതിന്റെ ഒരു സൈഡ് പൊങ്ങിയിരുന്നു. അതിന്റെ വായിൽ 3 വാരിയലുണ്ടായിരുന്നു. എഴുന്നേറ്റ് എത്ര വേണോ അത്രയും മാംസം തിന്നുക എന്നൊരു ശബ്ദം അതിനോട് പറഞ്ഞു. മൂന്നാമത്തേത് കാണാൻ പുള്ളിപ്പുലിയെ പോലെയായിരുന്നു. അതിന് പക്ഷിയുടെ ചിറകാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന് 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം കൊടുത്തു. നാലാമത്തേത് എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഉഗ്രവും ഭയാനകവും അതിശക്തവുമായിരുന്നു. അതിന് വലിയ ഇരുമ്പ് പല്ലുകൾ ഉണ്ടായിരുന്നു. അത് വിഴുങ്ങി കീറിക്കളഞ്ഞു. ബാക്കിയുള്ളത് കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു കളഞ്ഞു. ബാക്കി എല്ലാ മൃഗങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമായിരുന്നു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ആ കൊമ്പുകൾ എന്തായിരിക്കുമെന്ന് ദാനിയേൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ചെറിയ കൊമ്പ് ഉയർന്നു വന്നു. ആ കൊമ്പിന്റെ മുമ്പിൽ വെച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൊമ്പിനെ വേരോടെ പിഴുതു കളഞ്ഞു. ആ കൊമ്പിന് മനുഷ്യനുള്ളതുപോലെ കണ്ണുകളും അഹങ്കാരം പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. പണ്ടേ ഉണ്ടായിരുന്ന ഒരാൾ അതിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും അദ്ദേഹത്തിന്റെ തലമുടി നല്ല ശുദ്ധമായ ആടിന്റെ രോമം പോലെയായിരുന്നു.
അദ്ദേഹത്തിന്റെ സിംഹാസനം അഗ്നിജ്വാല പോലെയായിരുന്നു. അതിന്റെ ചക്രം എരിയുന്ന തീ പോലെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സേവിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. എല്ലാവരും നിൽക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ തുറന്നു. ദാനിയേൽ പേടിച്ച് ഇതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ചെറിയ കൊമ്പ് എന്തൊക്കെയോ പറയുന്നത് കേട്ട് ദാനിയേൽ അതിനെ നോക്കി നിന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മനുഷ്യപുത്രനെ പോലെ രൂപമുള്ള ഒരാൾ ആകാശമേഘങ്ങളിൽ വരുന്നത് ദാനിയേൽ കണ്ടു. അവൻ സർവശക്തന്റെ അടുത്തേക്ക് പോയി അവന് ആധിപത്യവും മഹത്വവും നിത്യമായ രാജ്യവും കൊടുത്തു. ദാനിയേൽ ഇത് കണ്ട് വിയർത്തു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ ആത്മാവ് വല്ലാതെ അസ്വസ്ഥമായി. പക്ഷേ ദൈവം അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. വേറെ ഒരു ദിവസം രാത്രി പിന്നെ ഒരു ദർശനം ഉണ്ടായി. നല്ല ഉയരമുള്ള 2 കൊമ്പുള്ള ഒരു ആട്ടിൻകൊച്ചിനെ അവൻ കണ്ടു. 2-ൽ ഒരു കൊമ്പിന് മറ്റൊന്നേക്കാൾ നല്ല പൊക്കം ഉണ്ടായിരുന്നു. അത് പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എല്ലാ ഭാഗത്തേക്കും ഓടി. ഒരു മൃഗത്തിനും അതിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞ് പടിഞ്ഞാറ് നിന്ന് ഒരു ആട് പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ കണ്ണുകൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു കൊമ്പ് ഉണ്ടായിരുന്നു. അത് നിലം തൊടാതെ പറന്നു വന്നു. അത് കോപത്തോടെ വന്ന് ആ ആട്ടുകൊച്ചിനെ ഇടിച്ച് അതിന്റെ കൊമ്പിനെ നശിപ്പിച്ചു കളഞ്ഞു. ആ ആട് ശക്തിയിൽ നന്നായിട്ട് വളർന്നതിന് ശേഷം ആ വലിയ കൊമ്പ് പൊട്ടി വീണു. ആ കൊമ്പുണ്ടായിരുന്ന സ്ഥാനത്ത് 4 ചെറിയ കൊമ്പുകൾ മുളച്ചു വന്നു. അതിലൊന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പിന്നെയും മുളച്ചു വന്നു. അത് വളർന്ന് ആകാശത്തിലെ സൈന്യത്തോളം വളർന്ന് ആ നക്ഷത്ര സേനയിൽ ചിലതിനെ നിലത്തേക്ക് തള്ളിയിട്ടു. അത് വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്ന യാഗത്തെ നിർത്തിച്ചു. സത്യത്തെ തകിടമറിച്ചു കളഞ്ഞു. എന്നിട്ട് പോലും അത് അഭിവൃദ്ധി പ്രാപിച്ചു. ഈ ദർശനം നിറവേറണമെങ്കിൽ എത്ര കാലം വേണ്ടിവരും? വിശുദ്ധ മന്ദിരവും സൈന്യവും എത്രത്തോളം ചവിട്ടി മെതിക്കപ്പെടും എന്നൊരു ശബ്ദം ദാനിയേൽ കേട്ടു. 2300 ദിവസം ആകുമെന്ന് ഒരാൾ മറുപടി പറഞ്ഞു. ആ സമയത്താണ് വിശുദ്ധ മന്ദിരം പിന്നെയും ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. ദാനിയേൽ ഉറക്കമുണർന്നു. ആ ദർശനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അറിയാൻ അവൻ ആഗ്രഹിച്ച് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. ഈ ദർശനത്തിന്റെ അർത്ഥം ഒന്നും തന്നെ അവന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. സിംഹം, പുള്ളിപ്പുലി, കരടി, പിന്നെ ആട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദാനിയേൽ ദർശനത്തിൽ കണ്ടു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. അങ്ങനെ ഈ വിശ്വസ്ത പ്രവാചകന്റെയും സ്വന്തം ശരീരത്തെ മലിനമാക്കാൻ സമ്മതിക്കാത്ത പ്രവാസിയുടെയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് അദൃശ്യമായ കാര്യങ്ങളെ കാണുകയും ചെയ്ത ജ്ഞാനിയുടെയും കൊല്ലുമെന്ന ഭീഷണി ഉണ്ട് എന്നറിഞ്ഞിട്ടും ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകന്റെ ജീവിതം അങ്ങനെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.